ഗൾഫ് മലയാളി ഫെഡറേഷൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, പ്ലീസ് ഇന്ത്യയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ റിയാദിൽ വരാനുള്ളൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ കുറഞ്ഞ ഒരു നോട്ടീസ് പീരീഡിലാണെങ്കിലും ഇങ്ങനെ ഒരു പ്രൗഢ ഗംഭീരമായ ഒരു മീറ്റിംഗ് നിങ്ങളിവിടെ വിളിച്ചു ചേർത്തു എന്നുള്ളത് വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. കാരണം വളരെ കുറഞ്ഞ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടി, അതിൽ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ രാത്രി 9 മണിക്ക് ശേഷമാണെങ്കിൽ കൂടെയും ഈ സംഘടനയുടെ ഭാരവാഹികളാണ് എൻ്റെ മുമ്പിലുള്ള ആൾക്കാരെല്ലാം എന്നറിയുന്നതിലും വലിയ സന്തോഷമുണ്ട്. ഭാരവാഹികളാകുമ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ദിവസേന പ്രവാസികളുടെ വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം, പ്രവാസികളുടെ ഒരു പ്രശ്നം അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ടിരിക്കുകയാണെങ്കിൽ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ടോപ്പിക്കാണ്. എങ്കിൽ കൂടെയും ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് ചില ധാരണകൾ അല്ലെങ്കിൽ നിയമപരമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കറിയാം, പ്രവാസികൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു പ്രോസസ്സ് എമിഗ്രേഷൻ ആക്ട് എന്ന് പറയുന്ന കുടിയേറ്റ നിയമം എന്ന ഒരു നിയമത്തിൻ്റെ ഒരു ബാക്കിങ്ങിലാണ് പലരും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം. അതിനുശേഷം അവർ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർ ഏത് രാജ്യത്താണോ വരുന്നത് ആ രാജ്യത്തെ നിയമവും തീർച്ചയായിട്ടും അവർക്ക് ബാധകമാണ്. ഇവിടെ താമസിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇവിടെയുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ അവർക്ക് സ്വന്തം നാട്ടിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഭൂമി കയ്യേറുക, അതുപോലെ തന്നെ അവർക്ക് അവിടെ അങ്ങനെ 2-3 തലത്തിലാണ് നമ്മുടെ പ്രവാസികൾക്ക് അല്ലെ പ്രവാസികളുടെ പ്രശ്നം നമ്മൾ കണ്ടുവരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ വരുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ തട്ടിപ്പാണ് കൂടുതലായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. ദിവസേന നമ്മൾ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, വിദേശ രാജ്യത്തേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ, അതായത് വ്യാജ ഏജൻസികൾ തൊഴിൽ തട്ടിപ്പ് നടത്തി നിരവധിയായ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു കാര്യം. അത് സാമ്പത്തികമായിട്ട് വലിയ ചൂഷണത്തിന് നമ്മുടെ ആളുകൾ വിധേയരാകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് ആക്ച്വലി ഒറിജിൻ നമ്മുടെ നാട്ടിൽ നിന്നാണ്. തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടത് നാട്ടിലാണ്. നമ്മുടെ സംഘടനകളും നോർക്ക ഉൾപ്പെടെയുള്ള, ഇപ്പൊ നമുക്കറിയാം, ഈ എമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല, അത് ഒരു സെൻട്രൽ സബ്ജക്റ്റ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ എമിഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടിയേറ്റ നിയമം എന്ന് പറയുന്ന ഈ നിയമം ഒരു കേന്ദ്ര നിയമമാണ്. അപ്പൊ ആ നിയമത്തിലാണ് കാലോചിതമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുള്ളത് നമ്മുടെ പ്രവാസ മേഖലയിലുള്ള പലരുടെയും വലിയ കാലത്തെ ആവശ്യമാണ്. പക്ഷേ എങ്കിലും നമുക്കറിയാം, പ്രവാസികളുടെ പല കാര്യങ്ങളിലും സർക്കാരിന്, അത് ഏത് സർക്കാരായിക്കോട്ടെ, മാറി വരുന്ന സർക്കാരുകളൊക്കെ വലിയ രീതിയിലുള്ള അവഗണന കാണിക്കുന്നു എന്നുള്ളൊരു വലിയ സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നും നമുക്കറിയാം ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ തട്ടിപ്പ് അത് ഇപ്പോഴും അവരെ നിലയ്ക്ക് നിർത്താനോ അല്ലെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പരമാർത്ഥം തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഗൾഫ് മലയാളി ഫെഡറേഷൻ പോലെയുള്ള സംഘടനകളുടെ ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കൊറീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം നാട്ടിൽ നിന്ന് വിസിറ്റ് വിസ എടുത്തുകൊണ്ട് ഒരാൾ ഇവിടെ വരുന്നു. ഇവിടെ വരുന്നതിന് ശേഷം പലരും നമുക്കറിയാം, വിസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ അത് സന്ദർശനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വിസയാണ്. പക്ഷെ അവരെ ജോലിക്ക് ഉപയോഗിക്കുകയും അവർക്ക് ശമ്പളം കൊടുക്കാതെ വരികയും അതിനുശേഷം അവർ മറ്റു രീതിയിലുള്ള പല രീതിയിലുള്ള ഇഷ്യൂസിലൊക്കെ പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പോലും പലപ്പോഴും നമ്മുടെ സംഘടനകൾ പോലും ഹെൽപ്ലെസ് ആണ്. എന്ത് ചെയ്യാൻ കഴിയും? കാരണം അയാൾ ഇല്ലീഗൽ ആയിട്ട് ഇവിടെ വന്ന ഒരാളാണ്. അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമ്മുടെ എംബസിക്ക് പോലും പലപ്പോഴും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെയാണ് ഈ സുരക്ഷിത കുടിയേറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനുള്ള വലിയ പ്രസക്തി. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോസസ്സുകളുടെ റിക്രൂട്ട്മെന്റ്, സേഫ് എമിഗ്രേഷൻ എന്ന് പറയും, സുരക്ഷിത കുടിയേറ്റം, അതാണ് നമ്മളൊക്കെ അഡ്രസ് ചെയ്യേണ്ട, അല്ലെ നാട്ടിൽ നിന്നും പ്രോപ്പറായിട്ട് ചെയ്തു കൊണ്ടുവരേണ്ട ഒരു കാര്യം. സേഫ് ആയിട്ട് ആ പ്രോപ്പർ സിസ്റ്റത്തിൽ കൂടെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട നിയമപരീക്ഷ, നമുക്കറിയാം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കരാർ, തൊഴിൽ കരാർ സൈൻ ചെയ്ത് അത് എംബസി അറ്റസ്റ്റ് ചെയ്ത ഒരു തൊഴിൽ കരാറിന്റെ പിൻബലത്തിൽ ഒരാൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ റിക്രൂട്ട്മെന്റ് ഏജൻസി ബാധ്യസ്ഥരാണ്. എന്ത് വിഷയം ഉണ്ടായാലും അത് ഇവിടെയോ അല്ലെ നാട്ടിലൊക്കെ ആ വിഷയം നമുക്ക് ടേക്കപ്പ് ചെയ്യാം. റിക്രൂട്ട്മെന്റ് ഏജൻസിക്കെതിരെ അവിടെ നമുക്ക് പരാതി സ്വീകരിക്കും. നമ്മുടെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി നമുക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉണ്ട്. ഇന്ത്യയിലാകെ 11 സ്ഥലത്താണ് ഇതുള്ളതെങ്കിലും അതിൽ 2 ഓഫീസ് കേരളത്തിലാണ്. അവരാണ് ഈ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള നിയമപരമായ അതോറിറ്റി എന്ന് പറയുന്നത്. ഇതൊരു വിഷയം. ഇതിൽ തന്നെ എനിക്കറിയാം, ഇതൊക്കെ നമ്മൾ സംസാരിക്കാനായിട്ട് ഒരുപാട് ദൈർഘ്യമേറിയ
അറിയുന്ന ടോക്കാണ്. പക്ഷേ വളരെ കുറഞ്ഞൊരു സമയത്താണെങ്കിലും റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂസ് തീർച്ചയായിട്ടും അതിൽ നമ്മുടെ ആളുകളെങ്കിലും കൂടുതലായിട്ടുള്ള ഒരു അവയർനെസ് ഒക്കെ നേടി ഇങ്ങനെയുള്ള വ്യാജ ഏജൻസികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പരാതി തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കാൻ അവരോട് പറയണം. അങ്ങനെയാണ് നമ്മുടെ ഈ വ്യാജ ഏജൻസികളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനും സാധിക്കുള്ളൂ. അതൊന്ന്. രണ്ടാമതായി നമ്മുടെ ലത്തീഫ് തെച്ചി സാർ ഞങ്ങൾ ഇത് വന്ന സമയത്തും പറഞ്ഞ ഒരു കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഞങ്ങൾ വണ്ടിയിലിരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഇവിടെയുള്ള ഈ കോൺസുലർ സർവീസസ് സൗദി സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോഴും നമ്മുടെ നാളുകൾക്ക് മുമ്പ് സാങ്ഷൻഡ് ആയിട്ടുള്ള അതേ സ്ട്രെങ്ത് ആണ് ഇപ്പോഴും എംബസിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എന്ന് പറയുന്നത്. നമുക്കറിയാം അപ്പം അമേരിക്കയിലുള്ള അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ആയിരിക്കില്ല ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളുടെ പ്രശ്നം. ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് തൊഴിൽപരമായിട്ടുള്ള ഇഷ്യൂസ് കൂടുന്നതിനനുസരിച്ച് ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടാകുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഈ സൗദി അറേബ്യ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യം, എംബസിയിൽ കൂടുതൽ സ്റ്റാഫിനെ നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ, ഇനി അതല്ല കൂടുതൽ ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് പ്രശ്നം പരിഹാരം ഉണ്ടാവുന്ന രീതിയിൽ അവരൊക്കെ കമ്പാഷനേറ്റ് ആയിട്ടാണോ നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക. നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രശ്നം നമുക്കറിയാം. ഈ വരുന്ന എംബസിയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ ഒരു മൈൻഡ് സെറ്റ് നമുക്കറിയാം. അവരവരുടെ ശമ്പളം മേടിക്കുക എന്നുള്ളതിൽ കവിഞ്ഞുള്ള ഒരു കമ്പാഷൻ പലരും കാണിക്കാറില്ല. അപൂർവമായിട്ട് ചില ആൾക്കാർ കൂടുതലായി മനുഷ്യത്വത്തോടെ ഇടപെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും പലരും എംബസിയിൽ നമ്മളൊരു ഒരു പ്രശ്നവുമായിട്ട് പോയി കഴിയുമ്പോൾ അവിടെ എന്താ പറയുക വെൽഫെയർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എംബസിയുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പരാതി കൊടുക്കുന്നതിനൊക്കെ പരിമിതി ഉണ്ടാകും. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ആ ഇൻഫർമേഷൻ നാട്ടിൽ അത് നമുക്കറിയാം. ശ്രീ അഡ്വക്കേറ്റ് ആർ മുരളീധരൻ അദ്ദേഹമാണ് സത്യത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് ഇവിടെ അവസരം ഒരുക്കിയത്. അദ്ദേഹം പ്രവാസി ലീഗൽസിൽ എന്ന് പറയുന്ന സംഘടനയുടെ കേരള ചാപ്റ്ററിന്റെ ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിൽ ടേക്കപ്പ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവിടെ അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ അവിടെ നമ്മുടെ കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റായി നമ്മുടെ ഖെൽസ എന്ന് പറയുന്ന കേരള ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിൽ നിരവധി കാലം സേവനം അനുഷ്ഠിച്ച് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണായി റിട്ടയർ ചെയ്ത ജഡ്ജ് മോഹനദാസ് ആണ് നമ്മുടെ കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടെ നാട്ടിൽ ടേക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനും ബഹുഭൂരിപക്ഷം വരുന്ന ഇഷ്യൂസ് നമ്മുടെ എംബസി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ഡൽഹിയിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും നമുക്കുണ്ട്. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് എന്താണ് പരിഹാരം എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺസ് പറയുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അത് എംബസി ആയിട്ടുള്ള കൺസേൺസ് ആയിക്കോട്ടെ അത് പറയുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. എനിക്കറിയാം ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന അതൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ നിങ്ങളുടെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത് ഒന്ന് അത് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് സാധിക്കുന്ന രീതിയിൽ മറുപടി ഞങ്ങൾ പറയാൻ ശ്രമിക്കാം. വരുന്ന ആളുകളുടെ അതായത് സാറ് പറഞ്ഞ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഉള്ള പോലെയല്ല. ഇപ്പോൾ വരുന്നത് ഇവിടുന്ന് ഒരു വിസ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെഡിക്കൽ അതിൻ്റെ പൈസ നമുക്ക് ഇരട്ടിയാക്കി അതിന് 3 സെക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മെഡിക്കൽ അതൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം ട്രാവൽസിൽ പോയിട്ട്, പിന്നെ മെഡിക്കൽ, അത് കഴിഞ്ഞ് UFS, അത് കഴിഞ്ഞ് പാസ്സാക്കാൻ നേരത്തെ ഇപ്പോൾ 2-3 മാസമായിട്ട് പുറത്തൊക്കെ പോയിരുന്നു. ഇപ്പോൾ അത് എറണാകുളത്ത് തുടങ്ങിയിട്ട് പറഞ്ഞു. അത് വ്യാപകമായിട്ട് അവർക്ക് പാസ് കൊടുക്കില്ല. അതേ സ്ഥാനത്ത് 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പാസ്സാക്കി കൊടുക്കാമെന്നുള്ള സിസ്റ്റം പല ആളുകളായിട്ട് പരാതി പറഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് ഈ പ്രവാസികൾക്ക് വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ റിക്രൂട്ടിംഗ് പ്രൊസീജിയർ ഇവിടുന്ന് കറക്റ്റ് നമുക്കൊരു പാസ്പോർട്ട് വെച്ചിട്ട് ഇവിടുന്ന് ഒരു വിസ ഇഷ്യൂ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. പിന്നെ വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏകദേശം 25,000-ലധികം രൂപ നാട്ടിൽ ചിലവ് വരുന്നുണ്ട് എന്നുള്ളൊരവസ്ഥ ഉണ്ട്. അത് പ്രോപ്പറായിട്ടില്ല. ഇപ്പോൾ ഞാൻ ഒരു 2 വർഷം മുന്നേ ആദ്യമായിട്ട് സൗദിയിലേക്ക് വരുന്നത്. ഖത്തറിലും UAE-ലും ഒമാനിലും കഴിഞ്ഞിട്ട് വരുമ്പോൾ ഹ്യൂജ് എമൗണ്ടാണ് റിക്രൂട്ട്മെൻറ്റ്. പക്ഷേ അന്ന് 5000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 1000 രൂപ നമുക്ക് രജിസ്ട്രേഷൻ, പിന്നെ 5000 രൂപ മെഡിക്കൽ, പിന്നെ 1500 രൂപ VFS. അപ്പോൾ ഒരു 8 രൂപയായിരുന്നു. അതിപ്പോൾ നേരെ ഡബിൾ ആയിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യം മനസ്സിലായി. നമ്മുടെ ഇത് വളരെ കാലങ്ങളായിട്ട് പല GCC കൺട്രീസിലുള്ള ആൾക്കാർ സംഘടനകളെ ടേക്കപ്പ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഈ വിസ ഇഷ്യൂ എന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സിൽ പല രീതിയിലുള്ള ഉണ്ടാകുന്നല്ലേ നമ്മൾക്കുണ്ടാകുന്ന ചൂഷണങ്ങൾ. അത് 2-3 രീതിയിൽ നമുക്കതിനെ കാണാം. ഒന്ന്, ഈ മെഡിക്കൽ ചെയ്യാനായിട്ട് ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏജൻസികൾ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ പ്രോസസ്സ് സമയത്ത് നമുക്ക് ചെയ്ത്
കിട്ടാനായിട്ടുള്ള ഒരു കാലതാമസം, അല്ലെങ്കിൽ ചില സ്ഥലത്തു നിന്ന് അത് വളരെ മുമ്പ് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ചില മെഡിക്കൽ പ്രോസസ്സിനകത്ത് തന്നെ വളരെ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ടുള്ള കറപ്ഷൻ, അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസ് ഈ വിസ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എവിടെയാണോ ഈ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതി നമുക്കറിയാം. ഇത് പലതും നമ്മുടെ നാട്ടിലുള്ള ഈ ഏജൻസിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇവിടെയുള്ള നമ്മുടെ സൗദി ഇവിടുന്നാണ് അത് ചെയ്യുന്നത്. ഇവിടുന്നുള്ള സൗദി ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലുള്ള എംബസികളുടെ ഓഫീസേഴ്സാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമ്മൾക്ക് എന്താണ് ഇഷ്യൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പല കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് നമ്മുടെ അവിടെയുള്ള സൗദി അതോറിറ്റീസിൻ്റെ അടുത്ത് ടേക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ. നല്ല ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ കൃത്യമായിട്ടുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് അവരുടെ അടുത്ത് നമ്മൾ രേഖാമൂലം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് പരിഹാരം ഉണ്ടാവും. ഇനി അത് ഏതെങ്കിലും നമ്മുടെ ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യേണ്ട കാര്യമാണ്, അത് വിദേശകാര്യ മന്ത്രാലയത്തിന് അതിനകത്ത് എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് VFS പോലുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ ഇപ്പം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നമ്മുടെ പാസ്പോർട്ട് നമുക്ക് ഇവിടുന്ന് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാനായിട്ട് വലിയ താമസം ഉണ്ടാകുന്നതായിട്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ മാസം US നമ്മുടെ വാഷിങ്ടണിൽ പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയും ഇത് സെയിം ഇഷ്യൂ ഉണ്ടായി. VFSനെയാണ് അവിടുത്തെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നത്. അവിടെ 35-40 ദിവസങ്ങൾക്ക് ശേഷം ഒരു റെസ്പോൺസും വരാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളത് മിനിറ്റ് വെച്ച് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ അവർ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ തന്നെ സർപ്രൈസ് ചെയ്യും. അവർ ഉടനെ തന്നെ അവർക്ക് നോട്ടീസ് കൊടുക്കുകയും ഇപ്പോൾ അത് 15-20 ദിവസമായിട്ട് ചുരുങ്ങി എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്യൂസ് കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ടേക്കപ്പ് ചെയ്യേണ്ട, അല്ല അതിന് പരിഹാരം കാണേണ്ട സ്ഥലത്ത് അത് എത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായും സംഘടനാ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. പറഞ്ഞുകൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല, പൊതുവായിട്ട് നമ്മൾ ഈ സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ വിദേശ രാജ്യത്തായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനേതൊരു ലീഗൽ, ഇപ്പോൾ പ്രവാസി ലീഗൽ സെൽ എന്നുള്ള ഒരു ലീഗൽ ബാക്കിംഗ് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും ചിലർ വിചാരിക്കും ഞങ്ങൾ നിയമത്തിൻ്റെ ഒക്കെ പുറത്തുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് പലതും ചെയ്യാം, ഞങ്ങൾക്ക് പലതും ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. UAE-യിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന 2 പേരെ ട്രാഫിക്കിന് വിധേയരായി എന്ന് പറഞ്ഞ ഒരു പരാതി വന്നപ്പോൾ അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരായ 2 പേര് പോയി അവരെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഉടനെ തന്നെ അവിടെ കേസായി. ഏറ്റവും ആദ്യം കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ നമ്മുടെ 2 സാമൂഹ്യ പ്രവർത്തകരാണ്. നമുക്ക് ഇതൊരു വിദേശ രാജ്യത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരാതി ആരുടെങ്കിലും അവർ ട്രാഫിക്കിന് വിധേയരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാനുള്ള പെർമിഷൻ ഉണ്ടോ? ഇല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ചാനൽ അതിന് പരാതി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളത് എംബസിയിൽ, ഇന്ത്യൻ എംബസിയിൽ അറിയിക്കേണ്ട കാര്യങ്ങളല്ല, എംബസി അറിയിക്കുക. എംബസിയാണ് ബാക്കി ആ ഇഷ്യൂ ടേക്കപ്പ് ചെയ്തുകൊണ്ട് അത് ഇവിടെയുള്ള ലോക്കൽ മിനിസ്ട്രിയോ അല്ല ആരെയാണ് ഇൻവോൾവ് ചെയ്യേണ്ടത് അവരെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ. ഞാൻ സാന്ദർഭികമായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കുന്നുള്ളതുള്ളൂ. അതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. നമുക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലകളിൽ പറ്റുന്ന കാര്യങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ നമുക്കും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സാമൂഹ്യ പ്രവർത്തകർ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പോകുന്ന ആൾക്കാർ തന്നെ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ച കാര്യം, ഇവിടെയുള്ള പ്രവാസികൾക്ക് നാട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് വളരെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഒരു പ്രവാസിയാണെന്ന് കാണുന്ന ഉടനെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അയാളോട് വിരോധമുള്ള ആൾക്കാർ ചുമ്മാ ഒരു പോലീസിൽ ഒരു പരാതിയും കൊടുക്കും. അപ്പം ഇയാൾക്ക് ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രവാസി ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. അപ്പോൾ അതൊരു ചൂഷണത്തിൻ്റെ വലിയൊരു മേഖലയാണ്. പ്രത്യേകിച്ച് അവരുടെ ബൗണ്ടറിയൊക്കെ അതിര് വഴിവെട്ടാനായിട്ട് അങ്ങനെയുള്ള പല വ്യാജ കേസുകൾ കൊടുക്കാനായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മുടെ പല പ്രവാസികൾക്കും വളരെ കാലങ്ങളായിട്ട് ഒരു ചൂഷണം അനുഭവിക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ അതൊരു കാര്യം. ഇത് കൂടാതെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു ഏരിയയാണ് ഫാമിലി ഡിസ്പ്യൂട്ട്സ്. ഒരുപാട് കേസുകൾ പ്രവാസികൾ അവർ നാട്ടിൽ നിന്നായിരിക്കും അവരുടെ വിവാഹം
വിവാഹം നടന്നിട്ടുണ്ടാകുക. അപ്പോൾ അവർ ജോലിക്കായിട്ട് വിദേശത്ത് വരുമ്പോൾ നാട്ടിൽ കേസുകളുണ്ടെങ്കിൽ ഇവിടുന്ന് എല്ലാ ഹിയറിങ്ങിനും നാട്ടിൽ പോകുക എന്നുള്ളത് പ്രാക്ടിക്കലി ഉള്ള കാര്യമല്ല. അപ്പോൾ അവർ പലരും എന്ത് ചെയ്യും, ആ പ്രൊസീഡിങ്സ് തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പല രീതിയിൽ ചൂഷണത്തിന് വിധേയരാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പവർ ഓഫ് അറ്റോർണി, അതായത് എനിക്ക് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ, അത് കേസ് ആയിക്കൊള്ളട്ടെ, നാട്ടിലുള്ള നമ്മുടെ ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നോട്ടെ, അപ്പോൾ അത് എൻ്റെ പേരിലുള്ള കാര്യമാണെങ്കിൽ ഞാൻ പ്രോപ്പറായി മറ്റൊരാളെ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ഈ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പേരൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു പവർ ഓഫ് അറ്റോർണി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കേസിന് നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ആ പവർ ഓഫ് അറ്റോർണി എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്, ഒരു പവർ ഓഫ് അറ്റോർണി നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, രണ്ട് രീതിയിലുള്ള പവർ ഓഫ് അറ്റോർണി ഉണ്ട്. ജനറൽ പവർ ഓഫ് അറ്റോർണി, സ്പെസിഫിക് പവർ ഓഫ് അറ്റോർണി. ജനറൽ പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് മറ്റൊരാളെ നമ്മൾ ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ ചിലരും ഈ ജനറൽ പവർ ഓഫ് അറ്റോർണി കൊടുത്തതിനെ തുടർന്ന് ചിലർ അവരുടെ സ്ഥലം പോലും അവിടെയുള്ള ആൾക്കാർ വിറ്റ് കാശാക്കി ഇയാളറിയാതെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും ഒരു കേസാണ് നാട്ടിലുണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നതെങ്കിൽ, അതൊരു ഫാമിലി മാറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി മാറ്റർ ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു കാര്യത്തിന്, ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആൾക്കാരെ നമ്മൾ ചുമതലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോകേണ്ട കാര്യമില്ല. അവരെല്ലാ കാര്യങ്ങളും ചെയ്തോളും. അത് ഒരു കാര്യം. പിന്നെ അതുകൂടാതെ ഇന്ന് നമ്മുടെ കോടതികളൊക്കെ ഈ കോർട്സ് ആണ്. നമുക്ക് അവിടെ നടക്കുന്ന പ്രൊസീഡിങ്സ് ഒക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാം. എല്ലാ കോടതി നടക്കുന്ന പ്രൊസീഡിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് പലപ്പോഴും പല അഭിഭാഷകരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അവർ ഹാജരാകാത്ത സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഡേറ്റ് എടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മറയ്ക്കാനായിട്ട് ചിലപ്പോൾ അവരിതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്നു വരില്ല. പക്ഷേ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത വിവരങ്ങളൊന്നുമില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വേണ്ട രീതിയിലുള്ള അവയർനെസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ സംഘടനാ ഭാരവാഹികൾ എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വേണ്ട അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ അതാണ് ഇത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാനായിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുക. ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഓരോ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോഴും എംബസിയുടെ ആളുകൾക്ക് പോലും പലപ്പോഴും പല രീതിയിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മൾ കേട്ടു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, എംബസിയെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ നമ്മൾ ഷോപ്പ് ചെയ്യരുത്. തീർച്ചയായിട്ടും എംബസി ഇവിടുത്തെ ഉള്ള ഒരു ഫസ്റ്റ് കോൺടാക്ടിങ് അതോറിറ്റി എന്ന രീതിയിൽ മാത്രമേ കാണുകയുള്ളൂ. ഇവരുടെ മുകളിൽ തീർച്ചയായിട്ടും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അധികാരികൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ പരിഹാരം കാണുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഹയർ അതോറിറ്റീസ് ആയിട്ട് നമ്മൾ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റെസ്പോൺസ് ഉണ്ടാവും. പലപ്പോഴും നമ്മൾ എംബസിയുടെ ആൾക്കാർക്ക് നമ്മൾ ഇമെയിൽ അയച്ച് റെസ്പോൺസ് ഉണ്ടാകുന്ന കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ ഒരു കോപ്പി കൂടെ നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു കോപ്പി കൂടെ വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് മറുപടി കിട്ടും. നമ്മൾ ചെയ്യേണ്ട വളരെ ലളിതമായ കാര്യമുള്ളൂ. നമ്മൾ അയക്കുന്ന എംബസിക്ക് അയക്കുന്ന മെയിലിൽ കൂടെ CC മിനിസ്റ്ററുടെ കോപ്പി കൂടെ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സെക്രട്ടറിയുടെ അവർക്കും കൂടെ അതും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് തന്നെ മറുപടി കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെയാണ് നമുക്ക് വലിയ ഞാൻ പറഞ്ഞു വന്നത് സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ ഇന്ത്യയിലെ അസംഘടിതരായ സ്ത്രീ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന സംഘടനയാണ്. നിങ്ങൾക്കറിയാമോ, പലരും പഠിച്ചിട്ടുണ്ട്. ഇലാർ ഭട്ട് എന്ന് പറഞ്ഞ ഒരു ഗാന്ധിയൻ, അദ്ദേഹമാണ് ഇളബെൻ ആണ് സേവയുടെ സ്ഥാപക. 1972 സേവ സ്ഥാപിക്കപ്പെട്ട അഹമ്മദാബാദിൽ. ഇന്ന് ഈ സംഘടന ഇന്ത്യയിലെ അറിയപ്പെടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ CITU, INTU, CBMS, HMS അങ്ങനെയൊക്കെ ഇന്ത്യയിലെ 7ാമത്തെ സെൻട്രൽ ട്രേഡ് യൂണിയനാണ്. സ്വതന്ത്ര പദവി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല. 40 ലക്ഷം സ്ത്രീകളാണ് ഞങ്ങളുടെ സംഘടനയിൽ മെമ്പേഴ്സ്. ഇപ്പം ഈ ഒരു മിഡിൽ ഈസ്റ്റ് അത്തരം കോണ്ടെക്സ്റ്റിൽ ഞങ്ങളുടെ റെലവൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും താഴെത്തട്ടിലുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്ര അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ചും കെയർ വർക്ക്, അതുപോലെ തന്നെ വീടുകളിൽ ജോലിക്ക്, അങ്ങനെയുള്ള അത്തരം വിഷയങ്ങളിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇടപെടുന്നത്. ഇന്ത്യയിൽ ബേസ് ചെയ്തുകൊണ്ട് ഇവരെവിടെ നിന്നാണോ മൈഗ്രേറ്റ് ചെയ്യുന്നത് അവരുടെ വീടുകളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ട്രാവൽ ബാൻ പോലെ നിലവിലുണ്ട്. 30 വയസ്സിന് താഴെ അത്തരത്തിലുള്ള സ്ത്രീകൾക്കൊന്നും മൈഗ്രേറ്റ് ചെയ്യാൻ അനുവാദമില്ല ഇന്ത്യൻ നിയമം അനുസരിച്ച്. പക്ഷേ പല സ്ത്രീകളും 20 വയസ്സുള്ളവരും 25 വയസ്സുള്ളവരും എല്ലാം പാസ്പോർട്ടുകൾ തിരുത്തി 30 വയസ്സിന് മുകളിലാക്കി മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവർ പല സമയത്ത് പിടിക്കുക. കാരണം ഇപ്പം ഈ ആധാറും അല്ലെങ്കിൽ മറ്റ് ഡേറ്റാസും ഇതുമായിട്ടൊന്നും ഒരു
ഒരു തരത്തിലും സമാനതകളില്ലാതെ വരുന്നു. ഇവർ പലപ്പോഴും പിടിക്കപ്പെടുന്നുണ്ട്. അവർ പിടിക്കപ്പെടുമ്പോൾ അവർ തിരിച്ച് ഡിപ്പോർട്ട് ചെയ്യും. കുറച്ച് നാൾ കഴിഞ്ഞ് വേറൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് എടുത്ത് വേറൊരു പേരിൽ വേറൊരു തലയൊക്കെ വെട്ടിച്ച് വേറൊരു പാസ്പോർട്ടിൽ വരും. മീൻസ് അങ്ങനെ ഒരുപാട് കഥകൾ ഇപ്പോഴും ഉണ്ട്. കാരണം ഈ 30 വയസ്സ് ബാൻ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് അതിനു മുമ്പ് 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും തൊഴിൽ ചെയ്യാനും നിയമപരമായി യാത്ര ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇത്തരം വിഷയങ്ങളിലാണ് നമ്മൾ കൂടുതലായി ഇടപെടുന്നത്. നമുക്ക് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇപ്പം സേവ ഇപ്പം അന്താരാഷ്ട്ര ILOയുടെ മെമ്പറാണ്, ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ്റെ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മിഡിൽ ഈസ്റ്റും ലോകം മുഴുവനുള്ള ട്രേഡ് യൂണിയൻസുമായിട്ട് നമുക്ക് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ആ ട്രേഡ് യൂണിയൻസുമായി ടേക്കപ്പ് ചെയ്യാനായിട്ടാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. അവരുമായിട്ട് ഇപ്പം സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഭയങ്കര പരിമിതികളുണ്ട്. ഇപ്പം ഇന്ത്യ 2013 സൗദിയായിട്ടൊരു ബയലാറ്ററൽ അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ഈ വീടുകളിൽ ജോലിക്ക് പോകുന്നവരുമായി ബന്ധപ്പെട്ട് അവരെ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു ബയലാറ്ററൽ അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു കാര്യം പോലും പാലിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. മീൻസ് കാരണം ഇവിടുത്തെ നിയമങ്ങളോ ആ നിയമങ്ങളും ഇന്ത്യൻ നിയമങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാത്തിടത്തോളം ഒരു വിഷയങ്ങളും നമുക്ക് ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ നിരന്തരം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ കയറി ഇറങ്ങി ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമമാണ്. കാരണം സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ ആരുമില്ല, വളരെ കുറവ് ആൾക്കാരേ ഉള്ളൂ. അപ്പം സ്ത്രീകളുടെ ഇഷ്യൂസ് പ്രത്യേകമായി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഇടപെടുകയും പിന്നെ ഞങ്ങൾ പഠിക്കുന്ന ഈ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ മീറ്റിംഗ്സിലെല്ലാം ഇന്ത്യൻ പ്രതിനിധികൾ, എക്സ്റ്റേണൽ അഫയേഴ്സ് പ്രതിനിധികൾ എല്ലാവരും ഉണ്ടാവും. അവിടെ നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം എല്ലാവരുടെ മുമ്പിലും ഇന്ത്യ എന്തോ വലിയൊരു സംഭവമാണെന്ന് കാണിക്കുമ്പം നമ്മളവിടെ നേരിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും, ഇടപെടും. ഈ വിഷയത്തിൽ എന്താണ് പരിഹാരം? അപ്പോൾ ഉടനെ അവർ നമ്മളോട് പറയും, നിങ്ങൾ വന്നിട്ട് നമ്മളോട് ചർച്ചയ്ക്ക് വരൂ, ഇങ്ങനെ പറയും. പക്ഷെ ഇതൊരു ഭയങ്കര ഒരു ടഗ് ഓഫ് വാറാണ്. പിന്നെ ഒരു ടൈറ്റ് വോക്കാണ് നമ്മൾ നടത്തുന്നത്. കാരണം ഈ ഒരു ഇലീഗൽ മൈഗ്രേഷനെ സപ്പോർട്ട് ചെയ്യാനും ഈ ഇലീഗൽ റിക്രൂട്ട്മെന്റ് ഏജൻസിന് ഇപ്പം ഇന്ന് ഞാൻ സാറിനോട് പറയുമായിരുന്ന കഥ, നോർക്കയും ഒഡേപ്പക്കുമാണ് ഇന്ത്യയിൽ നിന്ന് ഈ റിക്രൂട്ട്മെന്റിനും ഒഫീഷ്യൽ റിക്രൂട്ട്മെന്റും അതുപോലെ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ് റിക്രൂട്ട്മെന്റിനും അംഗീകരിക്കപ്പെട്ട 2 സംഘടന. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊന്നും നോർക്ക വഴിയും ഒഡേപ്പക്ക് വഴിയും പോകാൻ തയ്യാറല്ല. അവർ ഈ ഇലീഗൽ ഏജൻസി വഴി പോകാൻ തയ്യാറാണ്. അപ്പം നോർക്ക ഇത് തുടങ്ങി വെച്ചതും ഒഡേപ്പക്ക് തുടങ്ങി വെച്ചതും കംപ്ലീറ്റ്ലി അവർ നിർത്തി. കാരണം വൻ പരാജയമായിരുന്നു സർക്കാർ സംവിധാനങ്ങൾ. പക്ഷേ ഇലീഗൽ സംവിധാനങ്ങൾ ഭയങ്കരമായി തഴച്ചു വളരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് സാർ ഇമിഗ്രേഷൻ നിയമത്തെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യ പുതിയ ഇമിഗ്രേഷൻ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഇമിഗ്രേഷൻ ബില്ല്, ആ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ ആശയം തന്നെ അവർ മാറ്റി ഓവർസീസ് മൊബിലിറ്റി എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നു ഈ ബില്ലിനകത്ത്. അതിനകത്ത് ഒരുപാട് ഈ പറഞ്ഞ POE സങ്കല്പം തന്നെ എടുത്തു മാറ്റിയേക്കുവാണ്. അതിനകത്ത് പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രൻസ് എന്ന് പറഞ്ഞ ഇത് കംപ്ലീറ്റ്ലി എടുത്തു മാറ്റിയേക്കുവാണ് പുതിയ നിയമം വരുമ്പോൾ. അപ്പം ഇതുപോലെയുള്ള അപകടകരമായ മാറ്റങ്ങളിൽ ഇടപെടുക, കൃത്യമായി ഇടപെടുക. നമുക്ക് അതിനുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന രീതിയിൽ, സെൻട്രൽ ട്രേഡ് യൂണിയൻ എന്ന രീതിയിൽ നമുക്ക് അതിനുള്ള അവകാശമുണ്ട് ആ ഒരു നെഗോസിയേഷൻ പ്രോസസ്സിൽ. അപ്പോൾ അതാണ് നമ്മുടെ മെച്ചം. ഒഫീഷ്യലി നമ്മളെ തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ സാറിന് ഒരു ലീഗൽ റൈറ്റ് ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നെഗോസിയേഷൻ പ്രോസസ്സിൽ ഒരു ഡെമോക്രാറ്റിക് റൈറ്റ് നമുക്കുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കേസുകളിൽ ഇടപെടുന്നു. ഒരുപാട് സ്ത്രീകളെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. കോമ്പൻസേഷൻ വാങ്ങാനുള്ള ഈ പറഞ്ഞ സംഘടനകളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും നല്ലൊരു അനുഭവം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഖത്താറിൽ നമ്മൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് ഉണ്ട്. എനിക്ക് ഏറ്റവും വലിയ അനുഭവം ഉണ്ട്. സൗദി ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകളിൽ നിന്ന് ആ മീറ്റിങ്ങിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു. സൗത്തുമായിട്ട്, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബാംഗ്ലാദേശ് ഈ രാജ്യങ്ങളുമായിട്ട് നേപ്പാൾ അവരൊരു ചർച്ചയ്ക്ക് തയ്യാറായി. എങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ട്, ഞങ്ങളുടെ റോൾ എന്താണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടോ, എങ്ങനെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് അങ്ങനെ ഒരു ചർച്ച തുടങ്ങിയത്. അതൊരു വളരെ പോസിറ്റീവ് അപ്രോച്ചാണ്. ഇവിടെയുള്ള ട്രേഡ് യൂണിയൻസും ഇവിടെയുള്ള അത്തരം സംഘടനകൾ ഇടപെടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയാൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞ നിങ്ങളുടെ റിസ്കിനെ അതിജീവിക്കാൻ അവർക്ക് കുറച്ചുകൂടെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.